ഹലോ എല്ലാവർക്കും ശിങ്കുവിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടാ. അപ്പോൾ അതെ ഇന്ന് നമ്മളുണ്ടല്ലോ പാലക്ക് ചീര എന്ന് പറയട്ടെ, ഈ ചീരയുടെ പേരാണത്. അപ്പോൾ അത് വെച്ചിട്ട് പരിപ്പും പാലക്ക് ചീരയും വെച്ചിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും ഈ ചീര അത്രയ്ക്ക് അങ്ങോട്ട് സുലഭമല്ല, പക്ഷെ ഇത് തമിഴ്നാട് കർണാടകയിലൊക്കെ മെയിൻ ആയിട്ടുള്ളവരുടെ ഒരു റെസിപ്പിയാണ് കേട്ടോ, ഈ ഒരു പാലക്ക് ചീരയും പരിപ്പും വെച്ചിട്ടുള്ള ഈ കറി. പക്ഷെ ഈ ചീരയ്ക്ക് ഉണ്ടല്ലോ വളരെ ഗുണങ്ങളുണ്ടെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് നമ്മുടെ കണ്ണിനൊക്കെ വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു ചീരയാണ് ഇത്. അപ്പം ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ ഒരു ചീര കിട്ടുകയാണെങ്കിൽ നിങ്ങൾ ഈ റെസിപ്പി ഒന്ന് തയ്യാറാക്കി നോക്കാട്ടാ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതേ ഇതിനായിട്ട് ആദ്യം തന്നെ നമ്മൾ പരിപ്പ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ 3/4 കപ്പ് പരിപ്പാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത്. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പം ഞാനിവിടെ ഒരു 2.5 ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. അപ്പം നമുക്കൊരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ഇപ്പോൾ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടി മാത്രമാണ് ഇട്ട് കൊടുക്കുന്നുള്ളൂ. എന്നിട്ട് ഇതിനൊന്ന് അടച്ചു വെച്ചിട്ട് ഒരു 3-4 വിസിലാകുമ്പോഴേക്കും നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും കേട്ടോ. ഇനി ഇതേ ഈ ചീര നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനെ നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് എടുക്കണം. കാരണം ഇതിൽ നന്നായിട്ട് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം കുറേ മണ്ണൊക്കെ അതിലുണ്ടായിരിക്കും. അപ്പോൾ നല്ലോണം തന്നെ വാഷ് ചെയ്തെടുക്കണം കേട്ടോ, അല്ലെങ്കിൽ മണ്ണ് ഇങ്ങനെ കടിക്കും. അപ്പോൾ അതേ ഞാനിവിടെ നന്നായിട്ടൊക്കെ കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കുണ്ടല്ലോ ഇതിനെ വളരെ ചെറുതാക്കി ഒന്ന് അരിഞ്ഞെടുക്കാം. അപ്പോൾ ഇതേ രീതിയിലാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത് കേട്ടോ. പിന്നെ തണ്ടൊക്കെ ഇടണമെങ്കിൽ ഇടാം. ഇനിയിപ്പോൾ ചിലവർക്ക് തണ്ടൊക്കെ കടിക്കുമ്പോൾ അത്ര ഇഷ്ടം ഉണ്ടാവില്ല. പക്ഷെ വളരെ ചെറുതാക്കി അരിഞ്ഞെടുത്താൽ ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ തണ്ട് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടം പോലെ. അപ്പോൾ ഇതേപോലെ അരിഞ്ഞെല്ലാതും കൂടെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഈ സൈഡിൽ നിന്ന് കാണുന്നുണ്ടല്ലോ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു ഒനിയൻ, അതായത് ഒരു സവോള, അത് വളരെ നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് അരിഞ്ഞെടുക്കാം. അങ്ങനെ സവോളയൊക്കെ കൂടെ അരിഞ്ഞ് റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വളരെ നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കണേ. പിന്നെ നമുക്ക് ഇതിലേക്ക് ഞാൻ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ പകുതിയാണ് നമ്മൾ ഈ കറിയിലേക്ക് ഇടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആ തക്കാളിയുടെ ഒരു പകുതി എടുത്താൽ മാത്രം മതി. അപ്പം ഞാനിവിടെ ഒരു കെട്ട് ചീരയാട്ടോ വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അധികം ഒന്നും ഉണ്ടാവില്ല, ഒരു നേരത്തെ കറിക്ക് എന്നുള്ള രീതിയിൽ. അപ്പോൾ അതാണെങ്കിൽ നമുക്ക് പകുതി എടുത്താൽ മതി. ഇനി അധികം വീട്ടിലെ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് തക്കാളി ആഡ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ ഒന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ. പിന്നെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതും വളരെ ചെറുതായിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് അരിഞ്ഞ് മാറ്റി വയ്ക്കാം. പിന്നെ ഇതിലേക്ക് നമ്മളുണ്ടല്ലോ കുറച്ച് ഇഞ്ചി, അതായത് ഇത്രയും കഷ്ണം ഇഞ്ചി മതി, അധികം ഇഞ്ചി ഒന്ന് ആഡ് ചെയ്യരുത് കേട്ടോ. അപ്പോൾ അതിനൊരു ഇഞ്ചിയിലൊക്കെ കുത്തുണ്ടാവും. അപ്പോൾ അത് ഇതേപോലെ ഇഞ്ചി ഒന്ന് അരിഞ്ഞെടുക്കണം. പിന്നെ വെളുത്തുള്ളി ഇതേപോലെ തന്നെ ഒരല്ലി മാത്രം എടുത്താൽ മതി. അപ്പോൾ അതും ഇതേ രീതിയിൽ നമുക്ക് വളരെ നൈസായിട്ട് തന്നെ പോലെ ഒന്ന് കുനുകുനാന്നൊന്നിങ്ങനെ അരിഞ്ഞെടുക്കാം. അങ്ങനെ നമ്മളുടെ എല്ലാ ഇൻഗ്രീഡിയൻസും ഞാനിവിടെ അരിഞ്ഞൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഉണ്ടല്ലോ നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കാം. അതിനുശേഷം ഇതേപോലെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നെയ്യാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അങ്ങനെ കടുകൊക്കെ ഇട്ട് കൊടുത്ത് അതൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് പൊട്ടി വരണ്ടേ. അപ്പോൾ അത് പൊട്ടി വന്നതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ വറ്റൽമുളക് 2 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ഒന്ന് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ അതിനുശേഷം ഇനി നമ്മളുണ്ടല്ലോ വളരെ ചെറുതാക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളി ഉണ്ടല്ലോ, അതൊന്ന് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ പച്ചമുളകും, പിന്നെ വളരെ നൈസായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള സവോള ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതൊന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, ഇതിലേക്ക് നമുക്ക് ഇതൊക്കെ ഒന്ന് പെട്ടെന്ന് തന്നെ വഴണ്ടി വരാനായിട്ട് കുറച്ച് ഉപ്പൊന്ന് ഇട്ട് കൊടുക്കാം. അങ്ങനെ ഉപ്പും കൂടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ ഇതിനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ സവോള കളറൊക്കെ മാറിയിട്ട് നല്ല ബ്രൗൺ കളറായി വരും. അപ്പോൾ അതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടിയും അതുപോലെ തന്നെ നമ്മുടെ ചെറിയ ജീരകം ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അതെല്ലാതും കൂടി അതിലൊന്ന് കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരും. അപ്പോൾ അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും പിന്നെ വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതിനുണ്ടല്ലോ വീണ്ടും നന്നായിട്ട് തന്നെ നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു പച്ചമണം ഒന്ന് മാറിപ്പോകാൻ വേണ്ടിയിട്ട് മാത്രം നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഉണ്ടല്ലോ, ആ ഒരു തക്കാളി പകുതി കഷ്ണം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതും കൂടി ഇട്ടിട്ട് വീണ്ടും നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഈ തക്കാളിയും ഈ സബോളയിലൊക്കെ കിടന്ന് നന്നായിട്ട് തന്നെ ഒന്ന് വഴൻ്റൊക്കെ വന്നതിന് ശേഷമാണ് ഇതിലേക്ക് നമുക്കുണ്ടല്ലോ ഈ അരിഞ്ഞു വെച്ചിട്ടുള്ള ചീര ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ.
അങ്ങനെ ദേ നമുക്ക് ഈ ചീര ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ആ പച്ചയും ചുവപ്പൊക്കെ ആയപ്പോൾ നല്ലൊരു ഭംഗിയും കൂടി ഉണ്ട് നമ്മുടെ ചീരയൊക്കെ ഇട്ടപ്പോൾ. അങ്ങനെ ആ ചീരയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. കാരണം എല്ലാ ഇൻഗ്രീഡിയൻസും ആ ചീരയമ്മയും കൂടി പിടിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മിക്സ് ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണേ, കാരണം അത് പുറത്തേക്കൊക്കെ ഒന്ന് പോവാത്ത രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇനിയിപ്പോൾ ഇത് വേഗം തന്നെ വഴണ്ടി കിട്ടും കേട്ടോ. അപ്പോൾ ഈ മിക്സിംഗ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനൊന്ന് അടച്ച് വെക്കുക കേട്ടോ. അങ്ങനെ ഒരു അടച്ച് വെച്ചിട്ട് ഒരു 5-10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്താൽ മതി. അപ്പോൾ നമ്മൾ വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ അതേ നന്നായിട്ട് തന്നെ അത് വഴണ്ടി റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് അല്ലേ. നോക്കിയേ, എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഈ വഴണ്ടി വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള പരിപ്പുണ്ടല്ലോ, അതൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ നന്നായിട്ട് തന്നെ ഈ പരിപ്പൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കുകയും ചെയ്യണം. അപ്പോൾ അത് നല്ല രീതിയിൽ തന്നെ അതായി കിട്ടും കേട്ടോ. അപ്പോൾ അതേ ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഉണ്ടല്ലോ കുറച്ച് ഉപ്പും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഉണ്ടല്ലോ ഒരു കപ്പ് വെള്ളം ഇട്ടാൽ അപ്പോൾ 250 ml കപ്പിൽ 1 കപ്പ് വെള്ളം കൂടി നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിനെ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി നമുക്ക് ഇതൊന്നുണ്ടല്ലോ അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് തിളച്ച് വന്നാൽ മതി. അപ്പോൾ നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്യാം. അപ്പോൾ അങ്ങനെ നമ്മുടെ പരിപ്പും ചീരയൊക്കെ നന്നായിട്ട് തന്നെ തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കുമ്പോൾ ഇതിൽ കുറച്ച് വെള്ളം ഉണ്ടെന്നൊക്കെ തോന്നും. പക്ഷെ നമ്മളിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഈ കറി നന്നായിട്ടൊന്ന് കുറുകി വരും കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ തന്നെ നമുക്ക് ഈ ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫ് ചെയ്യുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഉപ്പൊക്കെ ഉണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യാണ് കേട്ടോ. ഇനി നമ്മളിതേ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ്, അതൊരു 1/4 ടീസ്പൂണൊക്കെ ഒഴിച്ചാൽ മതി. അതൊന്നും കൂടി ഇതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ഇതിനൊന്ന് അടച്ചു വയ്ക്കാം. അപ്പോൾ അത്രയും ചെയ്താൽ മതി. നമ്മുടെ പരിപ്പും ചീരയും കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നോക്കിയേ, അത് നന്നായിട്ട് തന്നെ കുറുകി വന്നിട്ടുണ്ട്. നമുക്ക് ചോറിനൊക്കെ കൂടെ കഴിക്കാനാണ് ഞാൻ ഈ കറി തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ കുറുകി കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇത് ചോറിനും കൂടെ മാത്രമല്ല കേട്ടോ, നമ്മൾ ഈ തമിഴ്നാട്ടിൽ കർണാടകയിലൊക്കെ ശരിക്കും ചപ്പാത്തിയുടെ കൂടെ അതുപോലെ തന്നെ റൊട്ടിയുടെ കൂടെയും നാനിൻ്റെ കൂടെയൊക്കെ ഉണ്ടല്ലോ ഈ കറിയാണ് കേട്ടോ നമുക്ക് കിട്ടുക. അപ്പോൾ അത്രയും ടേസ്റ്റി ആയിട്ട് അതിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കറി തന്നെയാണ്. അപ്പോൾ നല്ലൊരു നാടൻ റെസിപ്പിയാണ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.